പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ ഒരു തേരോട്ടമാണ് കാണുന്നത്. അതായത് 104 ബൂത്തുകൾ ഉള്ള പാലക്കാട് നഗരസഭയും ശേഷമുള്ള 80 ബൂത്തുകളുള്ള 3 പഞ്ചായത്തുകൾ, അതായത് കണ്ണാടി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, പിരാഗിരി പഞ്ചായത്ത്. ഇതിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് ഏറ്റവും കൂടുതൽ ലീഡ് സമ്മാനിച്ചത് പിരാഗിരിയാണ്. പിരാഗിരിയിൽ കിട്ടിയ വമ്പൻ ലീഡാണ് ഒരുപക്ഷെ ഈ ശ്രീധരൻ്റെ നഗരസഭയിലെ 6000-ലധികം വോട്ടിൻ്റെ മുന്നേറ്റത്തെ മറികടന്നുകൊണ്ട് 3859 വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചു കയറിയത്. ഇത്തവണ രാഹുൽ മാങ്കൂട്ടം നഗരമേഖലയിൽ, നഗരസഭയിൽ പോലും ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ച വാസ്തവത്തിൽ BJPയുടെ നട്ടലൊടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. 104 ബൂത്തുകളുള്ള പാലക്കാട് നഗരസഭയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ അത് BJP കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്ന കാര്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം പല ഘട്ടങ്ങളിലും ലീഡ് നില 1000-ഉം 1200-ലേക്കും ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. വാസ്തവത്തിൽ C കൃഷ്ണകുമാർ വോട്ടെണ്ണലിൻ്റെ 2ാം റൗണ്ട് മുതലേ കിതയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ശ്രീധരന് 4 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ 4300-ലധികം വോട്ടിൻ്റെ ലീഡ് കിട്ടിയെങ്കിൽ ഇവിടെ C കൃഷ്ണകുമാറിന് 4 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ കേവലം 900 വോട്ടിൻ്റെ ലീഡ് മാത്രം കിട്ടിയതേ ഉള്ളൂ. അതായത് ഈ ശ്രീധരൻ നേടിയ ലീഡിൻ്റെ 1/4 പോലും തികച്ചും നേടാൻ കഴിയാത്തൊരവസ്ഥ. അതിനുശേഷം പിന്നീടുള്ള നഗരസഭകളിലെ വാർഡുകൾ, അവിടെ BJPയുടെ ശക്തി കേന്ദ്രം, RSS കോട്ടയായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും C കൃഷ്ണകുമാറിന് ഗണ്യമായി കുത്തനെ വോട്ടിടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലാണ് നഗരസഭയിൽ പോലും വലിയ തകർച്ചയുണ്ടായത്. അതിനുശേഷമാണ് വോട്ടെണ്ണലിൻ്റെ അടുത്ത മണിക്കൂറുകളിൽ ഗംഭീരമായ തിരിച്ചുവരവ്. പിരാഗിരിയിൽ സംഭവബഹുലമായ ഒരു തിരിച്ചുവരവിലേക്ക് വരുന്നു. P സരിൻ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കോൺഗ്രസിൽ സീറ്റ് തനിക്ക് തന്നില്ല, ഇന്നലെ വന്ന തനിക്ക് സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സരിൻ നടത്തിയ പറവോട്ട് നാടകം പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ ശ്രമിച്ച CPIM-ന് കൊടുത്ത വലിയ തിരിച്ചടിയായിരുന്നു പാലക്കാടുള്ള ഉജ്ജ്വല മുന്നേറ്റമെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ വ്യക്തമാകുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യം 11:05 അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം 1300 വോട്ടുകൾക്ക് വലിയ രീതിയിൽ കംഫോർട്ടബിളായി പഞ്ചായത്ത് മേഖലകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ, പഞ്ചായത്തിൽ പിരാഗിരിയിലെ ആദ്യ 3 ബൂത്തുകൾ എണ്ണിയപ്പോൾ തന്നെ വമ്പൻ ലീഡിലേക്ക് ഉയരുന്ന ഒരു കാഴ്ച. വാസ്തവത്തിൽ നഗരസഭ പോലും BJPയെ കൈവിടുന്ന ഒരു കാഴ്ച. നഗരസഭാ മേഖലയിൽ 6500-ലധികം വോട്ട് ഈ ശ്രീധരൻ നേടിയെങ്കിൽ C കൃഷ്ണകുമാറിന് നഗരസഭ പോലും ലീഡ് നേടിയെടുക്കാൻ കഴിയാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ആദ്യ മണിക്കൂറുകളിൽ കണ്ടത്. 60% വോട്ടുകളും നഗരസഭയിൽ ഇരിക്കുന്ന പാലക്കാട് വലിയ തോതിൽ BJP പ്രതീക്ഷ വെച്ചിരുന്നത് ഇത്തവണ ലീഡ് നില ഈ ശ്രീധരനോളം എത്തിയില്ലെങ്കിൽ പോലും ഒരു 5000-എങ്കിലും കടക്കാം എന്ന് വിചാരിച്ചിരുന്നിടത്താണ് വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നത്.